Hello friends, welcome to Shali's Kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളുടെ കേരള പൊറോട്ട ആയിട്ടാണ് കേട്ടോ. എല്ലാവരും കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഫ് കോഴ്സ് എന്തായാലും മൈദ. ഞാൻ മൈദ നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന കേരള പൊറോട്ടയാണ് ഇടുന്നത്. അപ്പോൾ അതിലെന്തായാലും മൈദയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 മുട്ട, പിന്നെ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ കേട്ടോ എടുത്തിട്ടുണ്ട്. ഉപ്പ് 1/4 ടേബിൾ സ്പൂൺ. ഞാൻ പിന്നെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാല് കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പം നാട്ടിലൊക്കെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് സ്ഥിതിയെന്ന്. നാട്ടിൽ പാല് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ പാൽ ഒഴിച്ചാലാണ് കറക്റ്റ് നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ചൂടായ പാലാണ്. ഞാനിത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് റെഡിയാക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ആദ്യം തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു പരന്ന പാത്രം എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നടുവിലൊരു വെള്ളം ഉണ്ടാക്കണം, ഒരു കിണർ പോലെ ഒരു കുഴി ഉണ്ടാക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഞാൻ വലിയൊരു വെള്ളം ഉണ്ടാക്കട്ടെ. ഇതിൻ്റെ നടുവിൽ നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഓക്കെ, ഒരു മുട്ട. നിങ്ങൾക്ക് മുട്ടയൊക്കെ ക്ഷാമമാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമ്മളുടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് ഞാൻ പിന്നെ ചില ആൾക്കാർ ബേക്കിംഗ് സോഡ ഇടും, ഞാൻ ഇടുന്നില്ല. അപ്പം നമുക്ക് ഇത് നടുവിലുള്ളത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാല് നിങ്ങൾ കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പാലിങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ കുഴക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യണം. ലാസ്റ്റ് ഞാൻ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പം നിങ്ങൾ പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് വേണം ഒഴിച്ചെടുക്കാൻ കേട്ടോ. ഇൻകേസ് കൂടിപ്പോയാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇനി കൈ ഉപയോഗിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നമ്മളെ ഏറ്റവും വലിയൊരു മിക്സിങ് ടൂള് കൈയാണെന്ന്. അപ്പോൾ ഇത് ഞാൻ നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് പാൽ എനിക്ക് എടുക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി എഗ്ഗിൽ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട്, വലിയ എഗ്ഗായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുൾ 1 കപ്പ് എടുക്കേണ്ടി വന്നില്ല. നോക്ക്, ഇപ്പം നല്ല സോഫ്റ്റാണ്. പക്ഷെ നമുക്കിത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വെള്ളം കൂടിയാൽ കുറച്ചും കൂടി ഫ്ലോർ ഇട്ടിട്ട് പരത്തിയെടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് എന്നിട്ട് ഇങ്ങനെ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ, ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് ഇത് അടച്ച് വെക്കണം. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറാണ് വെച്ചിരിക്കുന്നത്, നനച്ച് വെച്ച ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ച് വെക്കുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് 2 hours കഴിഞ്ഞിട്ട് കാണും. 2 hours ഇത് നിങ്ങൾ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചപ്പാത്തി പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 hours എങ്കിലും മിനിമം വെക്കാൻ നോക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ. അപ്പം നമുക്ക് 2 hours കഴിഞ്ഞിട്ട് കാണാം. ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നോക്കൂ, ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല നമുക്ക്. അപ്പം നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഇത് നമുക്ക് കുറച്ച് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ബോൾസ് ഉണ്ടാക്കണ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നിങ്ങൾ കൈ ഓയിലിൽ തടവി കൊടുക്കണം കേട്ടോ. കുറച്ചിങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് ബോൾസ് ഉണ്ടാക്കില്ലേ, കുറച്ചിങ്ങനെ എടുത്തിട്ട്, ഞാൻ ഈസി വേ ആണ് കേട്ടോ പറയണത്, ഇങ്ങനെ ഉരുട്ടി എടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ 10 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നിങ്ങളെപ്പോഴും കൗണ്ടർ ടോപ്പിൽ ഉണ്ടാക്കിയിരിക്കും കേട്ടോ, കുറച്ചും കൂടി ഈസി. അപ്പോൾ ഇപ്പം ഞാൻ എണ്ണയൊന്നും തൂകണില്ല, ജസ്റ്റ് പൊടി മാത്രം കൗണ്ടർ ടോപ്പിൽ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എണ്ണ ഇപ്പോൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് പൊടി തൂകി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇതിങ്ങനെ മുറിച്ചെടുക്കണോണ്ട് ഒരുപാട് തിന്നാവണമെന്നൊന്നുമില്ല, നമുക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈസി പൊറോട്ടയാണ്. ആൻഡ് നമുക്ക് കടയിൽ കിട്ടുന്ന പൊറോട്ടയുടെ ടേസ്റ്റ് ഇതിന് കിട്ടുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും ഒന്ന് വീശി അടിച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റിയെന്നില്ല, അതിനൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ കടയിൽ പോയി കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്സ് ഉപയോഗിക്കാതെ പൊറോട്ട ഒന്നും തിന്നാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, ആരും നിങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. അപ്പം ഞാൻ ഇതിലിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ പരത്തിയിട്ടുണ്ട്. പിന്നെ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് കത്തിയോടെ. ഓക്കെ, ഇനി ഇത് നമുക്ക് ചെറിയ റിബൺ പോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ അറ്റം കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ, കുറച്ച് ഇവിടുന്ന് സ്പേസ് വേണം, എന്നാലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ രണ്ടറ്റവും കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് കത്തി കൊണ്ട് മുറിച്ചെടുക്കണത് കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഇനി ഇത് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ മടക്കിയെടുക്കുക, ഇങ്ങനെ ചുരുട്ടിയെടുക്കില്ലേ, മെല്ലെ മെല്ലെ. നിങ്ങൾക്ക് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഇതുപോലെ കിട്ടിയില്ലേ. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഈ എൻഡ് നിങ്ങൾ താഴെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നോക്കൂ, നമ്മൾ ചപ്പാത്തിയുടെ അല്ല പൊറോട്ടയുടെ ബോൾ ശരിയായി. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഇതും ഇതുപോലെ ചെയ്യാം. ഞാൻ ഒരെണ്ണം ഇപ്പം നോക്കൂ, നമ്മളുടെ 10 പൊറോട്ടയുടെ മാവ് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ഓയിൽ. ഇതെല്ലാം നമുക്ക് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ എല്ലാം ഞാൻ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈ ജസ്റ്റ് ഓയിൽ ഇതാക്കിയിട്ട് കൈ ഒന്ന് നന്നായി ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ പൊറോട്ട ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ കൈയുടെ പാമില്ലേ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് എത്ര വലുപ്പമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി നോക്കൂ, ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അത് നോക്കൂ, നമ്മളുടെ പൊറോട്ട ഞാനിപ്പോൾ ഒരെണ്ണം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് കുറച്ച് ലെയേഴ്സൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ആക്കിയെടുക്കണം. പാൻ നന്നായി ചൂടാവട്ടെ. എന്നിട്ട് ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക.
നമ്മളുടെ പൊറോട്ട ഇട്ട് കൊടുക്കുക. പൊറോട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇതൊന്നും കൂടി ഒന്ന് രണ്ട് സൈഡിലും ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഒന്നും കൂടി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, ഒന്ന് ഓയിലിട്ട് കൊടുക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടി ഇത് തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ ഒരു ഇതിലാണ് വേണ്ടത്. നമുക്ക് കുറച്ച് ഒരു ബ്രൗൺ സ്പോട്ട്സ് പൊറോട്ടയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. 10 പൊറോട്ടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ നോക്കൂ, നമ്മളുടെ പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ലെയേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ 2 പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട റെഡിയായി. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലിട്ട് അടിച്ചെടുക്കണം. ഇനി ഞാനിപ്പോൾ ഇതിൽ ഒരു 5 പൊറോട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ ചൂടോടെ വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് അടിച്ചെടുക്കണം. എന്നാലും നമുക്ക് ലെയേഴ്സായിട്ട് കിട്ടുള്ളൂ. ഇതിൽ ഓൾറെഡി ലെയേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നോക്കൂ, ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഈസിയല്ല ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണിത്. കാരണം വീട്ടിലുള്ളവർക്ക് പുറത്ത് പോയി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും വീട്ടിലുള്ളവർ കഴിക്കും. സോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ ആൻഡ് ഹാവ് എ ഗുഡ് വൺ.